നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് കേരള ചരിത്രം, തിരുവിതാംകൂർ പ്രധാന ഭാഗങ്ങളാണ്. കുണ്ടറ വിളംബരവും വേലുത്തമ്പി ദളവയും. കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂർ ദളവ വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് 1809 ജനുവരി 11. കുണ്ടറ വിളംബരം പുറപ്പെട്ടത് 1809 ജനുവരി 11. 984 മകരം 1. കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തു. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് കുണ്ടറയിലെ ഇളംവള്ളൂർ ക്ഷേത്രം. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതി സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവ. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ വേലുത്തമ്പി ദളവ. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാൻ വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് 1809. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ട. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ഉമ്മിണിത്തമ്പി. വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണി കഴിപ്പിച്ചത് ഉമ്മിണിത്തമ്പി. വിഴിഞ്ഞം തുറമുഖവും ബാലരാമപുരം പട്ടണവും പണി കഴിപ്പിച്ചത് ഉമ്മിണിത്തമ്പി. തിരുവിതാംകൂർ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാനാണ് ഉമ്മിണിത്തമ്പി. അതുവരെ നായർ പടയായിരുന്നു. തിരുവിതാംകൂർ പോലീസ് സേനയ്ക്ക് തുടക്കം കുറിച്ച ദിവാൻ ഉമ്മിണിത്തമ്പി. ഉമ്മിണിത്തമ്പി നീതിന്യായ നിർവഹണത്തിന് വേണ്ടി സ്ഥാപിച്ച കോടതി ഇൻസുവാഫ് കച്ചേരി. ആദ്യ വനിതാ ഭരണാധികാരി. തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി. ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം 1810 മുതൽ 1815 വരെ. ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം 1810 മുതൽ 1815 വരെ. തിരുവിതാംകൂർ സിംഹാസനത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയ വർഷം 1812. തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ, അപ്പീൽ കോടതികൾ എന്നിവ സ്ഥാപിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ, അപ്പീൽ കോടതികൾ എന്നിവ സ്ഥാപിച്ചത് റാണി ഗൗരി ലക്ഷ്മിബായി. സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി, പട്ടണ സമ്പ്രദായം എന്നിവ ഏർപ്പെടുത്തിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചത് റാണി ഗൗരി ലക്ഷ്മിബായി. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചത് റാണി ഗൗരി ലക്ഷ്മിബായി. ഏറ്റവും കുറവ് കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിബായി. 5 വർഷം ഏറ്റവും കുറവ് കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുത്തത് ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലത്ത്. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി. റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡൻ്റായി നിയമിതനായത് കേണൽ ജോൺ മൺറോ. ഉമ്മിണി തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായത് കേണൽ മൺറോയാണ്. ഉമ്മിണി തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായത് കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ റെസിഡൻറ്റ് ദിവാൻ കേണൽ മൺറോ. ചട്ടവരി ഓലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കിയത് കേണൽ മൺറോയാണ്. തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ, തിരുവിതാംകൂറിലെ ആദ്യ റെസിഡൻറ്റ് ദിവാൻ, ചട്ടവരി ഓലകൾ എന്ന പേരിൽ നിയമസംഹിത തയ്യാറാക്കിയത് കേണൽ മൺറോ. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരൻ കേണൽ മൺറോ. തിരുവിതാംകൂറിലെ ആദ്യ റീജൻറ്റ് റാണി ഗൗരി ലക്ഷ്മിബായി.
1810 മുതൽ 1813 വരെ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്നു റാണി ഗൗരി ലക്ഷ്മിബായി. 1813 തൻ്റെ പുത്രൻ സ്വാതി തിരുനാളിൻ്റെ ജനനശേഷം 1815 വരെ റീജൻ്റായി അധികാരത്തിൽ തുടർന്നു. അടുത്തത് ഉത്രട്ടാതി തിരുനാൾ ഗൗരി പാർവതിബായി. തിരുവിതാംകൂറിലെ ആദ്യ മുഴുവൻ സമയ റീജൻ്റ് റാണി ഗൗരി പാർവതിബായി. വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ കടമയാണെന്ന് പ്രഖ്യാപിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് റാണി ഗൗരി പാർവതിബായി. 1817 വിദ്യാലയങ്ങൾ സർക്കാർ ഏറ്റെടുക്കുകയും തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കുകയും ചെയ്തു. പാർവതി പുത്തനാർ പണി കഴിപ്പിച്ചത് റാണി ഗൗരി പാർവതിബായി ആണ്. വേളി കായലിനെയും കഠിനക്കുളം കായലിനെയും ബന്ധിപ്പിക്കുന്ന തോടാണ് പാർവതി പുത്തനാർ. തിരുവിതാംകൂറിൽ താണ ജാതിയിൽപ്പെട്ടവർക്ക് സ്വർണം, വെള്ളി മുതലായുള്ള ആഭരണങ്ങൾ അണിയാൻ അനുമതി നൽകിയത് റാണി ഗൗരി പാർവതിബായി. തിരുവിതാംകൂറിൽ എല്ലാവർക്കും പുരയോട് മേയാനുള്ള അനുമതി നൽകിയ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി. ആലപ്പുഴയിലും കോട്ടയത്തിലും പെൺ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചതാര്? റാണി ഗൗരി പാർവതിബായി. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരി റാണി ഗൗരി പാർവതിബായി. 1821 കോട്ടയത്ത് CMS പ്രസ് സ്ഥാപിതമായപ്പോൾ ഭരണാധികാരിയായിരുന്നത് റാണി ഗൗരി പാർവതിബായി. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMS പ്രവർത്തനം ആരംഭിച്ചത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിലാണ്. ആദ്യമായി ലണ്ടൻ മിഷൻ സൊസൈറ്റി ആരംഭിച്ചത് നാഗർകോവിലിൽ 1816. സ്വാതി തിരുനാളും മുഖ്യ അറിവുകളും. സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടം 1829 മുതൽ 1847 വരെ. സ്വാതി തിരുനാളിൻ്റെ ഭരണകാലഘട്ടം 1829 മുതൽ 1847 വരെ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലം. ആധുനിക തിരുവിതാംകൂറിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലം. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. ഗർഭശ്രീമാൻ, ദക്ഷിണഭോജൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. സംഗീതജ്ഞരിലെ രാജാവ്, രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ യഥാർത്ഥ പേര് രാമവർമ്മ. ഹജൂർ കച്ചേരി കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് സ്വാതി തിരുനാൾ. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി സ്വാതി തിരുനാൾ. ശുചീന്ദ്രൻ കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന വിദ്വാൻമാർ എന്നറിയപ്പെട്ടിരുന്നത് തഞ്ചാവൂർ നാൽവാർ. കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. കർണാടക സംഗീതത്തിലും വീണ വായനയിലും തൽപരനായിരുന്ന തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യ നിയമസംഹിത പ്രസിദ്ധീകരിച്ചത് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യ നിയമസംഹിത പ്രസിദ്ധീകരിച്ചത് സ്വാതി തിരുനാൾ. ആധുനിക ലിപി വിളംബരം തിരുവിതാംകൂറിൽ നടപ്പാക്കിയത് സ്വാതി തിരുനാൾ. 1837. തിരുവിതാംകൂറിൽ ജലസേചന വകുപ്പ് കൊണ്ടുവന്നത് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ ജലസേചന വകുപ്പ് കൊണ്ടുവന്നത് സ്വാതി തിരുനാൾ. ഭക്തിമഞ്ജരി, ഉത്സവ പ്രബന്ധം, പത്മനാഭ ശതകം എന്നിവയുടെ രചയിതാവ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വളർന്ന നൃത്തരൂപം മോഹിനിയാട്ടം. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വളർന്ന നൃത്തരൂപം മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിൽ വർണ്ണപദം, തില്ലാന എന്നിവ കൊണ്ടുവന്നത് സ്വാതി തിരുനാൾ. പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതി സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ. പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതി സ്ഥാപിച്ചത് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിലെ ആദ്യ സെൻസസ്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തേത് നടന്നത് 1836 സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിലെ ആദ്യ ക്രമീകൃതമായ സെൻസസ്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തേത് നടന്നത് 1875 ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവി ഇരയിമ്മൻ തമ്പി.
സ്വാതി തിരുനാളിൻ്റെ ആസ്ഥാന കവി ഇരയിമ്മൻ തമ്പി. ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ട് ഗാനം രചിച്ചത് ഇരയിമ്മൻ തമ്പി. സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ആസ്ഥാന പ്രമുഖരായ സംഗീതജ്ഞന്മാരായിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാർ, മേരുസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതരുടെ ശിഷ്യന്മാരായ വടിവേലു, ചിന്നയ്യ, ശിവാനന്ദൻ എന്നിവർ. 20ലധികം ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്ത ഭരണാധികാരി സ്വാതി തിരുനാൾ. 20ലധികം ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്ത ഭരണാധികാരി സ്വാതി തിരുനാൾ. തിരുവനന്തപുരം മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ്, തൈക്കാട് ആശുപത്രി, കുതിരമാളിക എന്നിവ പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാൾ. തിരുവനന്തപുരം മൃഗശാല, നക്ഷത്ര ബംഗ്ലാവ്, തൈക്കാട് ആശുപത്രി, കുതിരമാളിക എന്നിവ പണി കഴിപ്പിച്ചത് സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് തുറന്ന വർഷം 1836. നിയമകാര്യ വകുപ്പിൽ സ്വാതി തിരുനാളിനെ സഹായിച്ച വ്യക്തി കണ്ടൻ മേനോൻ. തിരുവിതാംകൂർ സേനയ്ക്ക് നായർ ബ്രിഗേഡ് എന്ന് പേര് നൽകിയ ഭരണാധികാരി സ്വാതി തിരുനാൾ. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവ് സ്വാതി തിരുനാൾ. സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ആദ്യ രാജാവ് സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൽ എഞ്ചിനീയറിംഗ് വകുപ്പ്, കൃഷി, പൊതുമരാമത്ത് വകുപ്പ് എന്നിവ ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ എഞ്ചിനീയറിംഗ്, കൃഷി, പൊതുമരാമത്ത് എന്നീ വകുപ്പുകൾ ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത്. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1834. 1836 ഇത് രാജാസ് ഫ്രീ സ്കൂളായി മാറി. 1868 രാജാസ് ഫ്രീ സ്കൂളിനെ യൂണിവേഴ്സിറ്റി കോളേജാക്കി മാറ്റി. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1847 മുതൽ 60 വരെ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടമാണ് 1847 മുതൽ 1860 വരെ. ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് സംവിധാനം നിലവിൽ വന്നത്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് ആലപ്പുഴ. അയർലൻഡുകാരായ ജെയിംസ് ഡാറ കേരളത്തിൽ ആദ്യ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിച്ചത് ഉത്രം തിരുനാളിൻ്റെ കാലത്താണ്. 1859 ഡാറാസ് മെയിൽ ഫാക്ടറിയുടെ പേര്. ഭരണ സൗകര്യത്തിനായി തിരുവിതാംകൂറിനെ പത്മനാഭപുരം, തിരുവനന്തപുരം, കൊല്ലം, ചേർത്തല എന്ന 4 വിഭാഗങ്ങളാക്കി തിരിച്ച് ഓരോന്നിനും ഓരോ ദിവാൻ പോഷ്കാർമാരെ നിയമിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 നടന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ചാന്നാർ സമുദായത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശത്തിനായി തിരുവിതാംകൂറിൽ നടന്ന സമരം ചാന്നാർ കലാപം 1859. ചാന്നാർ ലഹളയുടെ മറ്റൊരു പേര് മേൽമുണ്ട് സമരം 1859. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 1869 ഓഗസ്റ്റ് 23. സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 1869 ഓഗസ്റ്റ് 23. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാർട്ടൺ. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ ശില്പി വില്യം ബാർട്ടൺ. സെക്രട്ടേറിയറ്റിലെ ആദ്യ പ്രധാനമന്ത്രി ടി മാധവറാവു. സെക്രട്ടേറിയറ്റിലെ ആദ്യ പ്രധാനമന്ത്രി ടി മാധവറാവു. ആയില്യം തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനാണ് ടി മാധവറാവു. 1860 തിരുവിതാംകൂറിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ടി മാധവറാവു. 1860 തിരുവിതാംകൂറിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ടി മാധവറാവു. ടി മാധവറാവുവിന് ശേഷം ദിവാൻ പദവിയിലേക്ക് എത്തിയത് ശേഷയ്യ ശാസ്ത്രി. സർക്കാർ അഞ്ചൽ തപാൽ വകുപ്പ് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത വർഷം 1861. ലാറ്റിൻ വാക്കായ ഏഞ്ചലസ് എന്ന വാക്കിൽ നിന്നാണ് അഞ്ചൽ എന്ന വാക്ക് ഉത്ഭവിച്ചത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ സമഗ്ര കനേഷുമരി
കനേശുമാരി തയ്യാറാക്കിയ വർഷം 1875. ആയില്യം തിരുനാൾ 1860, 1880. പാണ്ടപ്പാട്ട വിളംബരം 1865 നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ. ജന്മി കുടിയാൻ വിളംബരം 1867 നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആയില്യം തിരുനാൾ. 1867 ജന്മി കുടിയാൻ വിളംബരം വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിന് സ്ഥിത നൽകി. ആയില്യം തിരുനാളിന് 1866 മഹാരാജപട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി. ആയില്യം തിരുനാളിന് 1866 മഹാരാജപട്ടം നൽകിയ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി. സന്ദിഷ്ടവാദി എന്ന പത്രം കണ്ടുകെട്ടിയത് ആയില്യം തിരുനാൾ. തിരുവനന്തപുരത്ത് ആർട്സ് കോളേജ് 1866 സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ. കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി, മാനസികാരോഗ്യ ആശുപത്രി, പൂജപ്പുര സെൻട്രൽ ജയിൽ എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ആയില്യം തിരുനാൾ. കേരളത്തിലെ ആദ്യ ജനറൽ ആശുപത്രി, മാനസിക രോഗ ആശുപത്രി, പൂജപ്പുര സെൻട്രൽ ജയിൽ എന്നിവ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ആയില്യം തിരുനാൾ. തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചത് ആയില്യം തിരുനാൾ. ആർക്കിടെക്ട് റോയഡ് ചിസ്ലോം. ആധുനിക തിരുവിതാംകൂർ മാതൃക രാജ്യമെന്ന് പ്രകീർത്തിക്കത്തക്കപ്പെടാൻ വിധം ഭരണമണ്ഡലമെന്നതിന് അടിത്തറ പാകിയത് സ്വാതി തിരുനാൾ. ആരുടെ ഭരണകാലത്താണ് തിരുവിതാംകൂറിന് മാതൃകാ രാജ്യം എന്ന പദവി ലഭിച്ചത്? ആയില്യം തിരുനാളിൻ്റെ. മോഡൽ സ്റ്റേറ്റ് പദവി ലഭിച്ചത് ആയില്യം തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ. പുനലൂർ തൂക്കുപാലം പണി കഴിപ്പിച്ചത് ആരുടെ ഭരണകാലത്താണ്? ആയില്യം തിരുനാളിൻ്റെ. 1877. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ MC റോഡിൻ്റെ പണി പൂർത്തിയാക്കിയത് ആയില്യം തിരുനാളിൻ്റെ കാലത്താണ്. AR രാജവർമ്മ, രാജാ രവിവർമ്മ, കേരളവർമ്മ, വലിയ കോയിത്തമ്പുരാൻ എന്നിവർ ആയില്യം തിരുനാളിൻ്റെ സദസ്സിലെ പ്രമുഖരായിരുന്നു. വിശാഖം തിരുനാൾ 1800 മുതൽ 1885 വരെ. പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ രാമവർമ്മ. 1881 തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചു. 1881 കോട്ടയം നഗരം പണി കഴിപ്പിച്ചു. 1881 തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് കോലത്ത് ആരംഭിച്ചു. 1881 തിരുവിതാംകൂറിലെ ഹൈക്കോടതി സ്ഥാപിച്ചു. 1881 കോട്ടയം നഗരം പണി കഴിപ്പിച്ചു. 1881 തിരുവിതാംകൂറിലെ ആദ്യ പരുത്തി മില്ല് ആരംഭിച്ചു. തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടത്തിയത് 1883 വിശാഖം തിരുനാളിൻ്റെ ഭരണകാലത്താണ്. തിരുവിതാംകൂറിൽ പോലീസ് സംവിധാനം ഉടച്ചു വാർത്ത ഭരണാധികാരി വിശാഖം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി വിശാഖം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച ഭരണാധികാരി വിശാഖം തിരുനാൾ രാമവർമ്മ.